മുറിയിലേക്ക് ലച്ചുവിനെയും കൂട്ടി കയറി അവൻ ബെഡിലേക്കിരുന്നു. അവൾ അവൻ്റെ തൊട്ടടുത്തിരുന്നതും അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. ആരും പറയാതെ അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ ഓടി നടന്നു. അവൻ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചുവെങ്കിലും രമേശൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ലച്ചു അവൾ എത്രയോ മുൻപ് തന്നെ മനസ്സുകൊണ്ടല്ലെങ്കിലും ശരീരം കൊണ്ട് ഈ രമേശൻ്റെ മാത്രം പെണ്ണായി കഴിഞ്ഞിരുന്നു. നീ വെറും മണ്ടൻ. നോ, ഇല്ല ലച്ചു, അവൾ എൻ്റെ പെണ്ണാണ്. ഒരിക്കലും എന്നോട് നീതികേട് കാണിക്കാത്ത പെണ്ണ്. അവൾക്കതിന് കഴിയില്ല, ഒരിക്കലുമില്ല. അവൻ്റെ മനസ്സൊരു പിടിവലി നടത്തുവായിരുന്നു ആ നേരം. ശിവേട്ട. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ ആർദ്രമായി വിളിച്ചു. അവനൊന്ന് മൂളി. എന്താ പറ്റി? അച്ഛനെ കണ്ടിട്ടാണോ അതോ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖം പിടിച്ചു തിരിച്ച് തനിക്ക് അഭിമുഖമായി വെച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു. അവൻ മറുപടി നൽകിയില്ല. സാരമില്ല, ഏട്ടനിൽ ലച്ചുവില്ലേ? ഞാൻ അത്ര പെട്ടെന്ന് ഏട്ടനെ വിട്ടു പോകുമെന്ന് കരുതിയോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും വിട്ട് ഞാൻ വരുമായിരുന്നു. എനിക്കെല്ലാത്തിനേക്കാൾ പ്രിയം ഏട്ടനോടാണ്, ഏട്ടനോട് മാത്രം. അവൻ്റെ മൗനം സമ്മതമാക്കിക്കൊണ്ട് അവൾ തന്നെ പറഞ്ഞു. ലച്ചു. അവൻ പതിയെ വിളിച്ചു. എന്താ ശിവേട്ട? അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. നീ എന്നെ വിട്ടു പോവില്ലല്ലോ? നിന്റെ മനസ്സും ശരീരവുമെല്ലാം എനിക്ക് മാത്രമല്ലേ സ്വന്തം? അവൻ്റെ ആ ചോദ്യം കേട്ടതും അവളുടെ മുഖം മാറുന്നത് അവൻ കണ്ടു. അവൻ അവളുടെ മറുപടിക്കായി കാതോർത്തു. ശിവേട്ട, രമേശനേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി. അവൾ അത് വ്യക്തമായി കാണുകയും ചെയ്തു. എനിക്കറിയാം, അയാൾ പറഞ്ഞു കാണും. ഞാനൊരു ചീത്തയാണെന്ന് അയാൾ പറഞ്ഞു കാണും അല്ലേ? ആ ചോദ്യത്തിനൊപ്പം അവളുടെ കണ്ണുനീരും താഴേക്ക് പതിച്ചു. രുദ്ര. അവൻ അതിയായ ദേഷ്യത്തോടെ അവളുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവളെ ഇങ്ങലടിച്ചുകൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. മോകാതെ നിർത്തടി പുല്ലേ. അവൻ അലറിയതും അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കി. നീ എൻ്റെ പെണ്ണാണ്. ഏതോ ഒരു തെരുവ് പട്ടി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിന്റെ പരിശുദ്ധിയെ സംശയിക്കാനും മാത്രം ഞാൻ വെറും അല്ല, മനസ്സിലായോ? ആ കണ്ണു തുടക്കിയ അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ നെഞ്ചിൽ ചേർന്നതും വീണ്ടും അവൾ അറിയാതെ കണ്ണുനീർ താഴേക്കൊഴുകി. അവളുടെ കണ്ണുനീർ അവൻ തൻ്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങി. ലച്ചു. മതിയടാ, ഇനി കരയരുത്. ഇപ്പം എന്തിനാ കരയുന്നേ? ഞാൻ നിന്നെ സംശയിക്കുമെന്ന് പേടിച്ചിട്ടാണോ? അവൻ വീണ്ടും ചോദിച്ചു. അയാൾ ഇതിനു മുമ്പും എന്നെ പെണ്ണു കാണാൻ വന്ന ഒരാളോട് പറഞ്ഞിരുന്നു ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞതാണെന്ന്. ഒരിക്കലും ഇല്ല ഏട്ടാ, പലപ്പോഴും അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കല്ലു എന്നെ രക്ഷിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ വീണ്ടും തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവളുടെ തലയിൽ പതിയെ തലോടി ആശ്വസിപ്പിച്ചു. അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ അവനോട് തോന്നിയ പക ആളിക്കത്തി. അവൾ അറിഞ്ഞില്ല. ഇതേ സമയം തറവാട്ടിലേക്ക് തിരിച്ചു വന്ന ശങ്കരനെ കാത്തുന്ന പോലെ ഉമ്മറത്ത് തന്നെ ലേഖ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അയാളുടെ മനസ്സിൽ തെളിഞ്ഞത് ശിവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. കൊന്നുകളഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ അമ്മയെ? നിങ്ങളുടെ പെങ്ങളുടെ വാക്ക് കേട്ട്. അയാൾ ലേഖ ദൂരെ നിന്നും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറി. ഏട്ടനിത് എവിടെ പോയതായിരുന്നു? അവൾ സംശയത്തോട് ചോദിച്ചു. ചന്ദ്രബിംബത്തിൽ. അയാൾ പറഞ്ഞതും അവർ ഒന്ന് ഞെട്ടി. അവരെ സൂക്ഷ്മമായി വീക്ഷിച്ച ശങ്കരൻ അത് വ്യക്തമായി കണ്ടു. എന്തിന്? എങ്കിലും അയാൾ കാണുമോ എന്ന ഭയത്തിൽ അവൾ പെട്ടെന്ന് ഞെട്ടൽ മറിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ മകനെയും മരുമകളെയും കാണാൻ. അയാൾ വീണ്ടും പറഞ്ഞു. മരുമകൾ? കഴിഞ്ഞ ദിവസം ശിവനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ രുദ്രയെ അവൻ താലി കെട്ടിയെന്നും കൂടെ കൂട്ടിയെന്നും അവൻ ചന്ദ്രബിംബത്തിലുണ്ടെന്നുമുള്ള കാര്യം അയാൾ ലേഖയോട് മനഃപൂർവ്വം മറച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഇതൊന്നും അവർക്കറിയില്ല. അതെ, രുദ്രലക്ഷ്മി അല്ല, രുദ്ര ശിവശങ്കരൻ. അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അയാളിലെ മാറ്റം മനസ്സിലാക്കി അവർ പകപ്പോടെ അയാളെ നോക്കി. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. അയാൾ മറ്റൊന്നും പറയാതെ ചോദിക്കാതെയും തൻ്റെ മുറിയിലേക്ക് പോയി. രുദ്രലക്ഷ്മി വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കപ്പെടുകയാണ്. ശോഭയുടെ സ്ഥാനത്ത് രുദ്ര, അവർ മനസ്സിൽ പറഞ്ഞു. ഒരു പുച്ഛത്തോടെ ചിരിച്ചു. എല്ലാം മറഞ്ഞു നിന്ന് കണ്ട സംശയത്തോടെ ശങ്കരൻ്റെ ഒറ്റപ്പുരികം ഉയർന്നു. കാശിയേട്ടാ. കാശിയുടെ മുറിയിലേക്ക് കയറിക്കൊണ്ട് കല്ലു പതിയെ വിളിച്ചു. ടേബിളിൽ നിറത്തി വെച്ച പുസ്തകത്തിൽ കണ്ണു നട്ടിരുന്നവൻ പതിയെ മിഴികൾ ഉയർത്തി അവളെ നോക്കി. ഏട്ടാ, അത്. അവൾ പറയാൻ മടിക്കുന്നത് കണ്ടവൻ പുരിക ഉയർത്തി എന്തായെന്ന് ചോദിച്ചു. ലച്ചുവിനെ കാണാൻ നിന്ന് ഏട്ടൻ പോണേ? അവൾ അല്പം സങ്കോചത്തോടെ ചോദിച്ചു. അതെന്തിനാ നീ അറിയുന്നേ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു.
അവളെ കാണാത്തതിൻ്റെ കലിപ്പാണതെന്ന് കല്ലുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ പിന്തിരിഞ്ഞു പോവാൻ തയ്യാറായില്ല. എനിക്ക് കാണണോ അവളെ? അവൾ മറുപടി നൽകി. നിനക്ക് കാണണമെങ്കിൽ നീ പോയി നിന്റെ കെട്ടിയോനോട് പറ കൊണ്ടുപോകാൻ. എനിക്ക് സൗകര്യമില്ല. അവൻ അത്രയും പറഞ്ഞ് വീണ്ടും പുസ്തകത്തിലേക്ക് മിഴികൾ പായിച്ചു. ഏട്ടനായതുകൊണ്ടോ? ഇല്ലെങ്കിൽ പണ്ടേ എടുത്ത് കിണറ്റിലിട്ടേനെ ഞാൻ, പണ്ടാരത്തിനെ. അവൾ പിറുപിറുത്തുകൊണ്ട് ചാടിത്തുള്ളി പോയതും അവൾ പോയ വഴിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. 2 ആഴ്ച വളരെ വേഗത്തിൽ അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കടന്നുപോയി. ശിവേട്ട, തറവാട്ടിൽ നിന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ഓടി വരുന്ന രുദ്രയെ കണ്ടവൻ തൊടിയിൽ നിന്നും കയറി വന്നു. മരച്ചീനിക്ക് തടമിടുവായിരുന്നതിനാൽ കാലിൽ അപ്പടി മണ്ണും പൊടിയും ആയിരുന്നു. ഒപ്പം നന്നായി വിയർത്തിരുന്നു അവൻ മൺവെട്ടി നിലത്ത് വെച്ച ശേഷം തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ച് മുഖത്തെ വിയർപ്പ് തുടക്കുവായിരുന്നു. എന്താ ലച്ചു? അവൾ സംശയത്തോടെ ചോദിച്ചു. അവിടെ. അവൾ ഉമ്മറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ എന്താ? അവൻ മുന്നോട്ട് നടന്ന് അവനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവളും. മുറ്റത്തേക്ക് ചെന്നതും അവിടെ 5-6 പേര് നിരന്നു നിൽക്കുന്നതാണ് കണ്ടത്. പുറംതിരിഞ്ഞു നിന്നതിനാൽ ആരാണെന്ന് അവന് മനസ്സിലായില്ല. അതെ, ഇവിടെ. അവന് വിളിച്ചു പറഞ്ഞതും അവിടെ നിന്നവർ തിരിഞ്ഞു നോക്കി. ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന 5-6 പേര്. നീയാണോടാ ശിവൻ? അതിലൊരുത്തൻ നടന്നവൻ്റെ അടുത്തെത്തിയതും ചോദിച്ചു. ആണെങ്കിൽ? അവൻ തിരിച്ചു ചോദിച്ചു. ഒരു കൊട്ടേഷനുണ്ട് നിന്നെ കൊന്നിട്ട് ഇവളെ കൊണ്ടുപോകാൻ, അയാൾ പറഞ്ഞു. രുദ്ര പേടിയോടെ അവൻ്റെ നനഞ്ഞുട്ടിയ ബനിയനിൽ മുറുക്കെ പിടിച്ചു. എങ്ങോട്ട് കൊണ്ടുപോകാൻ? ശിവൻ ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു. അതൊന്നും നീ അറിയണ്ട, അയാൾ പുച്ഛത്തോടെയും ഇഷ്ടക്കേടോടെയും പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? എൻ്റെ പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കണം, അല്ലാതെ ഒരു പൊന്നമോൻ വിചാരിച്ചാലും അത് നടക്കില്ല. അവൻ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അവൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി അവൻ ദൂരേക്ക് തെറിച്ചു വീണു. ദൂരേക്ക് തെറിച്ചു വീണവനെ നോക്കി മറ്റുള്ളവർ അലറിക്കൊണ്ട് ശിവന് നേരെ ഓടിയെടുത്തു. ലച്ചു പേടിയോടെ അവൻ്റെ ബനിയനെ അള്ളി പിടിച്ച് അവളെ പിടിച്ചു പിന്നിലേക്ക് നിർത്തി. ഗുണ്ടകളെല്ലാം ലച്ചുവിനെയും ശിവനെയും ചുറ്റി വളഞ്ഞ ദേഷ്യത്തോടെ അവനിലേക്ക് മിഴികൾ പായിച്ചു. ശിവേട്ട. ലച്ചുവിൻ്റെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചു. ശിവനൊരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. അടുത്ത നിമിഷം അവരെ ചുറ്റി വളഞ്ഞൊരുവിൽ ഒരാൾ മുന്നോട്ട് വന്ന് ലച്ചുവിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതും ശിവൻ കാലുയർത്തി അവനെ തൊഴിച്ചു. അവൻ കുറിച്ച് പിന്നിലോട്ടാഞ്ഞു. അത് കണ്ട് മറ്റൊരാൾ അവളിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിച്ചതും നിലത്ത് വെച്ചിരുന്ന മൺവെട്ടിയിൽ ശിവൻ പിടിമുറുക്കി. അയാൾ ലച്ചുവിൻ്റെ മുടിക്കുത്ത് പിടിച്ചതും ശിവൻ മൺവെട്ടിയെടുത്ത് അയാളുടെ മുഖത്തിന് നേരെ ആഞ്ഞു വീശി. ഒരലർച്ചയോടെ അവൻ ഒരു വശത്തേക്ക് തെറിച്ചു വീണു. മുഖം ചതഞ്ഞു മൂക്കിൽ നിന്നും നെറ്റി പൊട്ടിയും ചോര ഒഴുകാൻ തുടങ്ങി. ലച്ചു ഇരു ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ പൂട്ടി. ശിവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. കൂടെ നിന്ന് 2 പേര് നിലത്ത് കിടക്കുന്ന കൂട്ടാളികളെ നോക്കി ഒരു പതർച്ചയോടെ ശിവനിലേക്ക് നോട്ടം പായിച്ചു. അവരെ തന്നെ നോക്കി കണ്ണുകൾ ചുവപ്പിച്ച് കഴുത്തിലെ നീല ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കി പല്ലുകൾ ഞെരിച്ചു മൺവെട്ടിയിലെ പിടി ഒന്നുകൂടെ മുറുക്കി മറുകൈയിൽ തൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു അവൻ. എന്നിരുന്നാലും വന്ന ദൗത്യം നിറവേറ്റുക എന്ന ചിന്തയിൽ ഒരുത്തൻ വീണ്ടും മുന്നോട്ട് കാലുവെച്ചതും അതേ സ്പീഡിൽ അവൻ തെറിച്ചു വീണു. അവൻ്റെ കൂടെ നിന്നവനൊന്നും മനസ്സിലാവാതെ നോക്കി. അയാൾ നിലത്ത് കിടന്നു പുളഞ്ഞു. ശിവനെ നോക്കിയവൻ ഒരു ഞെട്ടലോടെ നിന്നു. അവൻ്റെ കയ്യിലെ മൺവെട്ടിയിൽ നിന്നും ചോരത്തുള്ളികൾ നിലത്തേക്ക് ഉതിർന്ന് വീണുകൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി. അയാൾ ഉമിനീരിറക്കി അവനെ നോക്കി. അതേസമയം അവൻ ലച്ചുവിൻ്റെ കൈവിട്ട് അയാൾക്ക് നേരെ അടിവെച്ചു. അയാൾ പിന്നിലേക്കും. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. അയാൾ പേടിയോടെ അവനെയും അവൻ്റെ കയ്യിലിരുന്ന ചോരത്തുള്ളികൾ ഇറ്റു വീഴുന്ന മൺവെട്ടിയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവനോട് അപേക്ഷിച്ചു. അവൻ അതൊന്നും കേൾക്കാതെ അയാൾക്ക് നേരെ അടിവെച്ചു. പിന്നിലേക്ക് നീങ്ങിയ അയാൾ വലിയൊരു പാറക്കല്ലിൽ തട്ടി മലർന്നടിച്ചു വീണു. വേണ്ട, പ്ലീസ്, അയാൾ പിന്നിലേക്ക് നിരങ്ങിക്കൊണ്ട് പറഞ്ഞു. ശിവൻ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അയാളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. അവൻ്റെ ചലനമാർന്ന കണ്ണുകളിലേക്ക് ഓളം പോലും അയാളിൽ ഭയം നിറച്ചു. ലച്ചു ശിവന്റെ ഓരോ ഭാവങ്ങളും അതിശയത്തോടെ ഉറ്റുനോക്കി നിൽക്കുവായിരുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും തൻ്റെ ശിവേട്ടൻ്റെ ദേഷ്യഭാവം അവൾ കണ്ടിട്ടില്ല. എപ്പോഴും ശാന്തമായിരിക്കും മുഖം. പക്ഷേ ഇന്നാദ്യമായി അവനിലെ മറ്റൊരു മുഖം കണ്ടതിൻ്റെ അതിശയത്തിൽ അവൾ തറഞ്ഞു നിന്നു. ആര് പറഞ്ഞിട്ടാ ഈ നാടകം? അവൻ അയാളുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി ചോദിച്ചു. അവരുടെ പേരറിയില്ല, ഒരു സ്ത്രീയാണ്, അയാൾ ഉമിനീരിറക്കി മറുപടി നൽകി. കൊന്നു കളയും ഞാൻ, സത്യം പറഞ്ഞില്ലെങ്കിൽ നീയോ നിന്റെ കൂട്ടാളികളോ ഇവിടെ നിന്ന് പോവില്ല. അവൻ്റെ കണ്ണുകളിൽ ക്രോധം നിറഞ്ഞു. അത് അയാളുടെ കൂടുതൽ ഭയത്തിലായി. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവരുടെ നമ്പർ കൂടിയാണ് ഞങ്ങളെ ബന്ധപ്പെടുക.
പേര് പറഞ്ഞില്ല. നിങ്ങളെ കീഴ്പ്പെടുത്തി ഈ കുട്ടിയെ അവർ പറയുന്നിടത്ത് എത്തിക്കുക എന്നതാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം. അയാൾ അവന് നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. പകരമായി അവരെന്താ നിങ്ങൾക്ക് ഓഫർ ചെയ്തത്? അവൻ വീണ്ടും ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അത് അവൻ്റെ ചോദ്യത്തിൽ അയാളൊന്ന് പതറി. പറയടാ, അവൻ അയാളുടെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ പേടിയോടെ കവിളിൽ അമർത്തി പിടിച്ചു. ഞങ്ങളോടൊപ്പം ഒരു രാത്രി. അയാൾ തല ഉനിച്ചുകൊണ്ട് മറുപടി നൽകി. അത് കേട്ടതും അവനിൽ വീണ്ടും ദേഷ്യം നിറഞ്ഞു. നിന്റെ ഫോൺ എടുക്ക്, അവൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. അവൻ പേടിയോടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ശിവന് നേരെ നീട്ടി. വിളിക്ക്, അവളുടെ നമ്പറിലേക്ക്. അവൻ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവനെ ഒന്ന് നോക്കി ആ നമ്പറിലേക്ക് കോൾ ചെയ്തു. ബേബി. അവൻ ഫോണിലേക്ക് ഉറ്റുനോക്കി. അല്പനേരത്തിനു ശേഷം മറുവശത്ത് കോള് കണക്റ്റായി. ഹലോ. ഫോൺ ശിവൻ സ്പീക്കറിലിട്ടതും അവളുടെ ഒച്ച ഉയർന്നു. ഹലോ. ശിവന്റെ രൂക്ഷമായ നോട്ടം കണ്ട് അയാൾ സംസാരിച്ചു. എന്തായി, അവളെ കിട്ടിയോ? അവളുടെ ചോദ്യമെത്തി. അയാൾ എന്ത് മറുപടി നൽകണമെന്നറിയാതെ ശിവനെ നോക്കി. അവൻ കണ്ണുകൊണ്ട് ഉത്തരം നൽകിയതും അയാളെ തലയാട്ടി സമ്മതിച്ചു. കിട്ടി മേഡം, ഇനി മേഡം പറയുന്നിടത്ത് ഞങ്ങൾ ഇവളെ എത്തിക്കാം, അയാൾ ശിവനെ നോക്കി പറഞ്ഞു. കൊള്ളാം, ഇത്രയേ ഉള്ളൂ ചന്ദ്രബിംബത്തിലെ ശിവശങ്കരൻ. താലി കെട്ടി കൂടെ കൂട്ടിയവളെ സംരക്ഷിക്കാൻ അറിയാത്ത. അവളുടെ വാക്കുകൾ ശിവനിൽ ദേഷ്യം ഇരച്ചു കയറ്റി. എങ്കിലും അവനത് കടിച്ചമർത്തി നിന്നു. ലച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ അവളെ തിരിഞ്ഞു നോക്കി. മേഡം സ്ഥലം പറഞ്ഞില്ല. അവളുടെ പുച്ഛത്തോടെയുള്ള സംസാരം ശിവന്റെ ദേഷ്യം സൃഷ്ടിച്ചതറിഞ്ഞ് അയാൾ വേഗം ചോദിച്ചു. ആ പറയടോ, ഞാൻ സ്ഥലവും സമയവും നിനക്ക് വാട്സപ്പ് ചെയ്യാം, അതിനനുസരിച്ച് അവളെ കൊണ്ടുപോവാ. അവൾ മറുപടി നൽകി. അയാൾ ശിവനെ നോക്കി. ശരി മേഡം. അടുത്ത നിമിഷം കോള് കട്ടായി. അയാൾ വേഗം ഫോണിൻ്റെ നെറ്റ് ഓണാക്കി. 2 മിനിറ്റ് കഴിഞ്ഞതും വാട്സപ്പ് മെസ്സേജ് അവരെ തേടിയെത്തി. നീലഗിരി ഫോറസ്റ്റ് ഏരിയ, പൂട്ടിക്കിടക്കുന്ന ഗോഡം, നാളെ രാവിലെ 11:30. അയാൾ ആ മെസ്സേജ് ശിവന് തിരിച്ച് കാണിച്ചു കൊടുത്തു. അവൻ അതിലേക്ക് മിഴികൾ പായിച്ച ശേഷം അയാളിലേക്കും. പിറ്റേന്ന് മുറിയിൽ റെഡിയായ ഷർട്ടിന് സ്ലീവ് ഉയർത്തി വെക്കുമായിരുന്നു കാശി. അപ്പോഴാണ് മുറിയിലേക്ക് കല്ലു കടന്നു വന്നത്. എന്താ? മുറിയുടെ വാതിൽ ചാരി കൈയും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്നവളോട് അവൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. എവിടെ പോകുക? അവളെ അതേ നിൽപ്പി ചോദിച്ചു. ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? അവൻ അവളോട് കയർത്തു. ഏട്ടാ മതി ഇങ്ങനെ വഴക്കിടുന്നത്, നമുക്ക് പോവാം ഏട്ടാ, ലച്ചുവിനെ കാണാൻ പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു കൊഞ്ചി പറഞ്ഞു. കൈ വിടടി, നിന്നെയൊക്കെ അതിര് കവിഞ്ഞ് സ്നേഹിച്ചതിനുള്ള പ്രതിഫലമല്ലേ ഒരുത്തി എനിക്ക് തന്നത്. ഇനി അടുത്തത് നീയായിരിക്കുമല്ലേ? എല്ലാവർക്കും ഞാൻ പുറമ്പോക്കാണല്ലോ. ഇനി നീ കൂടി അങ്ങ് പോടി അവൻ്റെ കൂടെ. ഓരോ നാശങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചോളും, അവൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അവളുടെ കൈകൾ താനെ അയഞ്ഞു. അവൻ അവളെ തലചരിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി. അവൾ അവൻ്റെ കൈവിട്ട് മുറിക്ക് പുറത്തേക്ക് പോയി. വെറുതെ ഒന്ന് ദേഷ്യമാക്കാൻ പറഞ്ഞതാ. അവൾ ഇടിച്ചു നിൽക്കുമെന്നാ കരുതിയത്. അവൾക്ക് വിഷമാവെന്ന് വിചാരിച്ചില്ല. കുറച്ച് കൂടിപ്പോയോ? വേണ്ടായിരുന്നു. അവൻ തലക്കടിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു.